ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ PEGAE 182 ജൂൺ 2024 ഫസ്റ്റ് പാർട്ടിലെ 3, 4, 5, 6 ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാഡ് എ ഡിസ്കഷൻ ഓൺ stress and intonation, homophones and word shift. Anyway, today we will be having the discussion on essentials of group discussion, then faulty reading habits, then forms of discourse. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ ലെറ്റ് us start with group discussion. നോട്ട് ചെയ്യാം. Group discussion has become an essential method of evaluating candidates, especially in competitive job recruitment, academic setting and leadership roles. അപ്പം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ലെറ്റ് മീ സേ വൺ തിങ്. നമ്മൾ ഓഫ് ഡേയ്സിലൊക്കെ തന്നെ സാറ്റർഡേ സൺഡേസിൽ PEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഒരു ലൈവ് ക്ലാസ്സുകൾ നമ്മൾ 1 hour ഓരോ ബ്ലോക്കിനും 1 hour വെച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ടെലഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുവഴി PEGAE 182 ടെലഗ്രാം റൂമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ അപ്പം നമുക്ക് നോക്കാം എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ GD. അപ്പം ദിസ് ഈസ് ആൻ എസെൻഷ്യൽ മെത്തേഡ് ആണ് അല്ലെ. എന്തിനുള്ള മെത്തേഡാണ്? ഇവാലുവേറ്റിംഗ് കാൻഡിഡേറ്റ്സ് എസ്പെഷ്യലി ഇൻ കോമ്പറ്റേറ്റീവ് ജോബ് റിക്രൂട്ട്മെന്റ്, അക്കാഡമിക് സെറ്റിംഗ്, ലീഡർഷിപ്പ് റോൾസ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ മെത്തേഡാണ്. ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആളുകളെ ഇവാലുവേറ്റ് ചെയ്യുക, എക്സാമിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അല്ലെ. ആരൊക്കെയാണ് നമ്മൾ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസിന് യൂസ് ചെയ്യാറുണ്ട്, റിക്രൂട്ട്മെന്റ് എക്സാംസിന് യൂസ് ചെയ്യാറുണ്ട്, അക്കാഡമിക് സ്കൂൾസ് കോളേജുകളിലൊക്കെ നമ്മൾ GD സബ്ജക്റ്റ് ചില പേപ്പറിലൊക്കെ നമ്മൾ ചില ടോപ്പിക്കിലൊക്കെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് റോൾസിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഇല്ല. അപ്പം ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഗ്രൂപ്പ് ഡിസ്കഷനെ എങ്ങനെ ലീഡ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻ ഹാസ് ബിക്കം an essential method. It is one of the methods of evaluating candidates, especially in competitive job recruitment, academic setting and leadership role. അത് നോട്ട് ചെയ്ത് വെക്കുക. It help assess the communication skill, interpersonal abilities, leadership qualities and critical thinking all at once. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഇത് എന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്പ് us to അസസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ. എന്തിനൊക്കെ? കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ, ഇന്റർപേഴ്സണൽ എങ്ങനെ മറ്റുള്ള ആളുകളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി, അതുപോലെ തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ്, ഒരു വിഷയത്തിനെ ആളുകൾ വിത്തൗട്ട് എനി ബയസ് അല്ലെ, വിത്തൗട്ട് എനി പ്രിജുഡീസ് അല്ലെ, ഒന്നുമില്ലാതെ എങ്ങനെ ചിന്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഫസ്റ്റ് നോക്കേണ്ടത് ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നു, രണ്ടാമത്തത് ഏതൊക്കെ എബിലിറ്റീസിനെയും സ്കില്ലിനെയും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉപയോഗിക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. To succeed in group discussion, one must understand the structure, purpose and the rule that guide the effective participation. അപ്പം ഇവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്തുണ്ടായിരിക്കും? ഒരു സക്സസ് ആവണമെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് ഡിസ്കഷന്റെ സ്ട്രക്ചർ, ആരൊക്കെ എപ്പം എങ്ങനെയൊക്കെ സംസാരിക്കുന്നു, അതിന്റെ എന്താണ് പേർപ്പസ്, ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനുള്ള റൂളുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇനി നോക്കി നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഒരു ഡെഫിനിഷൻ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കറക്റ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ് നിങ്ങൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അപ്പം എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് എ സ്ട്രക്ചേർഡ് ഫോം ഓഫ് കോൺവെർസേഷൻ വേർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടോക്ക് അബൌട്ട് സ്പെസിഫിക് ടോപ്പിക്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ഫോം ഓഫ് കോൺവെർസേഷൻ ആണ്. നോട്ട് ചെയ്ത് വെക്കുക, സ്ട്രക്ചേർഡ് ഫോം ഓഫ് കോൺവെർസേഷൻ ആണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രത്യേകത എന്താ? വേർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും, ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ടോക്ക് അബൌട്ട് ദ സ്പെസിഫിക് ടോപ്പിക്. അപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന സ്ട്രക്ചേർഡ് ടോപ്പിക് ആണ്. ദേ വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും. അത് മാത്രം പോരാ, എന്തുണ്ടായിരിക്കണം? ദർ ഷുഡ് ബി എ സ്പെസിഫിക് ടോപ്പിക്. അല്ലെ, ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിലായിരിക്കണം അല്ലെ. നമ്മൾ പറയാറുണ്ട് കണ്ടംപററി എഡ്യൂക്കേഷൻ അല്ലെ, കണ്ടംപററി സ്കൂൾ എഡ്യൂക്കേഷൻ ഒരു ടോപ്പിക്കാണ് അല്ലെ.
അതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ടോപ്പിക്കിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നമുക്ക് നോക്കാം. The goal is to share ideas, express different point of view, listen to others, work together to explore the topic. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ, ഗ്രൂപ്പ് ഡിസ്കഷന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടു ഷെയർ ഐഡിയാസ്, എക്സ്പ്രസ് ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ. ഇല്ല, ഇപ്പൊ നമ്മൾ ചൈൽഡ് ലേബറിനെ കുറിച്ച്, ഇല്ല ചൈൽഡ് മാരേജിനെ കുറിച്ച്, ഇല്ല അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ, അല്ലെ, വെദർ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട്, അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഡിസ്കഷന് വരാറുണ്ട്. അല്ല, അപ്പൊ ഓരോ ആളുകളും എക്സ്പ്രസ് ദെയർ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂസ്, അല്ല ഒരു ടോപ്പിക്കിലുള്ള ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂസ് എക്സ്പ്രസ് ചെയ്യും. അതുപോലെ തന്നെ ലിസൺ ടു അതേഴ്സ്, ബാക്കിയുള്ള ആളുകൾ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്, പോയിന്റ് ഓഫ് വ്യൂ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് ടുഗദർ ടു എക്സ്പ്ലോർ ദി ടോപ്പിക്, അല്ലെ ആ ഒരു ഡിസ്കഷനിലൂടെ വ്യത്യസ്ത ടോപ്പിക്കുകൾ എക്സ്പ്ലോർ ചെയ്യും. അല്ലെ, ഇറ്റ് ഈസ് നോട്ട് എ ഡിബേറ്റ്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡിബേറ്റ് അല്ല, അല്ലെ, ബട്ട് ജോയിന്റ് എൻക്വയറി വേർ ദ കോപ്പറേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ് ഒപ്പീനിയൻ ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സാധാരണ പാനൽ ഡിസ്കഷനിൽ, പാനൽ ഡിബേറ്റിൽ വരുന്ന പോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പേഴ്സണൽ അറ്റാക്കുകൾ ഒന്നും പാടില്ല, അല്ലെ, കൂടുതൽ അഗ്രസീവ് ആവാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ ഡിബേറ്റ് ബട്ട് ജോയിന്റ് എൻക്വയറി. ഒരുമിച്ച് ആളുകൾ പരസ്പരം ഓരോ എൻക്വയറി നടത്തുകയാണ്, അന്വേഷണം നടത്തുകയാണ്, ഓരോ ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്, അല്ലെ. അതുപോലെ തന്നെ കോപ്പറേഷൻ ആണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, റെസ്പെക്ട് ഫോർ അതേഴ്സ് ഒപ്പീനിയൻ ആർ ഇമ്പോർട്ടൻറ്റ്. അത് നോട്ട് ചെയ്ത് വെച്ചോളുക. വി ഹാവ് ടു റെസ്പെക്ട് ഈച്ച് അതർ, അല്ലെ, വി ഹാവ് ടു റെസ്പെക്ട് അതേഴ്സ് ഒപ്പീനിയൻ, അല്ലെ, ആർ ഇമ്പോർട്ടൻറ്റ്. ഇനി നോക്ക് നിങ്ങൾ എന്തൊക്കെയാണ് എസെൻഷ്യൽ കണ്ടീഷൻ എന്തൊക്കെയാണ്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളുക. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഡെഫിനേഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം ഫസ്റ്റ് എസെൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് there should be a single topic. ഒരു സിംഗിൾ ടോപ്പിക്കിലായിരിക്കണം ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഡിസ്കഷൻ മസ്റ്റ് ഫോക്കസ് ഓൺ one topic only, relevant to all participants. രണ്ടാമത്തത് ഫോക്കസ്ഡ് വ്യൂസ്. എവറി മെമ്പർ ഷുഡ് സ്പീക്ക് ഓൺലി ഓൺ ദ ടോപ്പിക് ബീയിങ് ഡിസ്കസ്ഡ്. അല്ലെ, ഫോക്കസ്ഡ് വ്യൂസ് ആയിരിക്കണം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് ഒപ്പീനിയൻസ്, വ്യൂസ് എക്സ്പ്രസ് ചെയ്യാം, ബട്ട് ദാറ്റ് ഹാസ് ടു ബി ഓൺ എ സിംഗിൾ ടോപ്പിക്. പിന്നെ ടേൺ ടേക്കിംഗ് ആൻഡ് ലിസണിങ്. ടേൺ ടേക്കിംഗ് ആൻഡ് ലിസണിങ്. ഓരോ ടേൺ ടേക്കിംഗ് മീൻസ് നമ്മൾ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതിനെയാണ് നമ്മൾ ടേൺ ടേക്ക്. ഓരോ ആളുകൾക്കും ടേൺ ഉണ്ടായിരിക്കും. എൻ്റെ ടേൺ വരുന്ന സമയത്ത് ഐ ഹാവ് ടു സ്പീക്ക്, അല്ലെ. അപ്പം അതൊരു കറക്റ്റ് ഓർഡറിൽ ഫോളോ ചെയ്യണം, അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. പാർട്ടിസിപ്പന്റ് മസ്റ്റ് ടേക്ക് ടേൺ ടു സ്പീക്ക് ആൻഡ് ആക്റ്റീവ്ലി ലിസൺ ടു വൺ അനദർ. അല്ലെ, ചില ആളുകൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്യും. മറ്റൊരാളുകളെ സംസാരിക്കാനോ മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കാനോ സമ്മതിക്കില്ല. അങ്ങനെ ആവാൻ പാടില്ല. മറ്റൊന്നാണ് മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂ. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിൽ എസെൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണോ, മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ് ഉണ്ടായിരിക്കണം, അല്ലെ. എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് ഓൺ ദ ടോപ്പിക് ഷുഡ് ബി പ്രസന്റഡ് ആൻഡ് എക്സാമിൻ, അല്ലെ. അപ്പം മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കണം. എല്ലാവരും ഓൺ വ്യൂ പോയിന്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഓരോ ആളുകൾക്കും പറയാനുള്ളത് മൾട്ടിപ്പിൾ വ്യൂ പോയിന്റുകൾ ആയിരിക്കും. ഇനി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എസെൻഷ്യൽ റൂൾസ് എന്തൊക്കെയാണ്. നേരത്തെ എസെൻഷ്യൽ കണ്ടീഷൻ ആണ് പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് എസെൻഷ്യൽ റൂൾസ് ഫോർ പാർട്ടിസിപ്പൻസ് ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് റൂൾ ഇക്വാലിറ്റി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിൽ അതിൽ ഒരാൾ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം. എല്ലാ ആളുകൾക്കും പറയാനുള്ള ഓപ്പർച്യൂണിറ്റി ടേണിങ് കൊടുക്കണം. എല്ലാവരും പറയുന്നത് മറ്റുള്ള ആളുകൾ ലിസൺ ചെയ്യണം. അതാണ് ഇക്വാലിറ്റി. All participants should be treated as equal regardless of their background or position. ആളുകളുടെ പൊസിഷൻ അനുസരിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്ന സമയത്ത് there will be many people, അല്ലെ. each one may be from different job അല്ലെങ്കിൽ different part of ഹ്യൂമൻ ലൈഫ്, അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ പൊസിഷൻ നോക്കിയിട്ടായിരിക്കരുത് അവർക്കുള്ള എന്ത് കൊടുക്കേണ്ടത്, അവർക്കുള്ള റെസ്പെക്ട് കൊടുക്കേണ്ടത്. അപ്പം എല്ലാ പാർട്ടിസിപ്പൻസിനും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം, റിഗാർഡ്ലെസ് ഓഫ് ദിയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പൊസിഷൻ. ഫ്രീഡം ടു എക്സ്പ്രസ്, അല്ലെ. അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിനും എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. അടിച്ചമർത്തപ്പെടാൻ പാടില്ല. മെമ്പേഴ്സ് ഷുഡ് ഫീൽ ദ സേഫ് എക്സ്പ്രസിങ് ഒപ്പീനിയൻ വിത്തൗട്ട് ഫിയർ ഓഫ് റിഡിക്യൂൾ ഓർ എംപാരസ്മെന്റ്. ചില ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് അത് അഥവാ മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ കളിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെ. ദാറ്റ് ഈസ് നോട്ട് ടു ബി ഹാപ്പൻ. അപ്പം ഫ്രീഡം ടു എക്സ്പ്രസ്. റെസ്പെക്ട് ഫോർ അതേഴ്സ്.
every participant's view should be acknowledged even if one disagrees. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിലും നമ്മൾ ഡിബേറ്റിനെ പോലെ തന്നെ there may be possibility of disagreement അല്ലേ? പക്ഷേ നമ്മൾ ഡിസഗ്രി ചെയ്യാം. അതും എങ്ങനെ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? വി ഹാവ് ടു അക്നോളജ് ദം. അവരുടെ ഐഡിയാസ് നമ്മൾ അക്നോളജ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമലായിട്ട് റെസ്പെക്റ്റോട് കൂടിയിട്ട് ഡിസഗ്രിമെന്റ് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്ന് റീസണബിൾനെസ്. എന്താ റീസണബിൾനെസ് എന്ന് പറഞ്ഞാൽ എൻറ്റർ ദ ഡിസ്കഷൻ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്, അവോയ്ഡ് ബീങ് റിജിഡ് ആൻഡ് ഡോഗ്മാറ്റിക്. അല്ലെ, റീസണബിൾ ആവണം എന്ന് പറഞ്ഞാൽ യുക്തി ഉപയോഗിക്കണം. അല്ലെ, ഒരിക്കലും ഡോഗ്മാറ്റിക് ആവാൻ പാടില്ല. അന്ധവിശ്വാസങ്ങളൊന്നും ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരാൻ പാടില്ല. ഓർഡർ ലൈൻസ്. അല്ലെ, ഓർഡർ ലൈൻസ് എന്ന് പറഞ്ഞാൽ order lineness means speak in turn without disrupt the flow or creating chaos. അല്ലേ, അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഓർഡർലിനെസ് ഉണ്ടായിരിക്കണം. ഇപ്പം ഡിബേറ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിൽ ഓരോ ആളുകൾക്ക് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ഓരോ ആളുകൾക്കും കൊടുത്ത ടേണിന് എന്തുണ്ടായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിരിക്കും. ആര് എപ്പോൾ സംസാരിക്കണം, ആര് തുടങ്ങണം, പിന്നീട് ആര് സംസാരിക്കണം, ആര് കൺക്ലൂഡ് ചെയ്യണം. അല്ലെ, ആ ഒരു ഓർഡർലിനെസ് ഫോളോ ചെയ്യണം. അല്ലെ, സ്പീക്കിംഗ് ടേൺ, ഓരോരുത്തർ ടേൺ വരുന്ന സമയത്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വി ആർ നോട്ട് സപ്പോസ് ടു ഡിസ്റപ്റ്റ് ദ ഫ്ലോ ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു കെയോട്ടിക് സിറ്റുവേഷൻ ഇടയിലൊക്കെ ഇടപെട്ട് ഒരിക്കലും ഒരു കെയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല. മറ്റൊന്നാണ് ട്രൂത്ത്ഫുൾനെസ്. സ്പീക്ക് സിൻസിയർലി, ഡു നോട്ട് പ്രിറ്റൻഡ് ടു അഗ്രി ഓർ ഓഫർ ഫാൾസ് ഒപ്പീനിയൻ ജസ്റ്റ് ടു ഫിറ്റ് ഇൻ. അല്ലെ, ട്രൂത്ത്ഫുൾനെസ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്താണോ ട്രൂത്ത് ഫാക്റ്റ് ആയിട്ട് തോന്നുന്നത്, സിൻസിയർ ആയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കണം. നമ്മൾ ഒരിക്കലും പ്രിറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ എല്ലാവരും ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന എല്ലാവരുടെയും ഒപ്പീനിയൻ ഫേവർ ആണെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്നത് കൊണ്ട് നമ്മളും അവിടേക്ക് ഫിറ്റ് ചെയ്യുന്ന രൂപത്തിലാവരുത്. സിൻസിയർ ആയിരിക്കണം. സ്പീക്ക് സിൻസിയർലി. അപ്പം ഇത്രയാണ് ഇതിൻ്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, എസെൻഷ്യൽ റൂൾസും ഉണ്ട്, എസെൻഷ്യൽ കണ്ടീഷൻസും ഉണ്ട്. ഇത് നിങ്ങൾ 5 മാർക്സിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂട്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാം നമുക്ക്. ഇതോടുകൂടി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സ്. ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സ്, ഇത് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സ്. നമുക്ക് നോക്കാം എന്താണ് ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സുകൾ എന്താണെന്നുള്ളത്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സ്. ഓക്കെ, സോറി. ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊക്കെ റീഡ് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഹാബിറ്റുകളാണ് ഫോളോ ചെയ്യാറുള്ളത്, അല്ലേ? അപ്പം ആ ചില ഹാബിറ്റുകൾ നമ്മളെ റീഡിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാൻ കാരണമാവും, അല്ലെ? അപ്പൊ നോക്കി എന്താണ് ഈ ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സ് എന്താ നോക്കി നിങ്ങൾ നോക്കി. എ സെർട്ടൻ ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സ് ക്യാൻ ഹിൻഡർ എഫിഷ്യന്റ്, ഹിൻഡർ മീൻസ് തടസ്സപ്പെടുത്തുക കേട്ടോ, ഹിൻഡർ എഫിഷ്യന്റ് റീഡിംഗ് എസ്പെഷ്യലി among the second or foreign language learners. അല്ലെ, അപ്പം ഈ ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ സെർട്ടൻ ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ടെന്നാ പറഞ്ഞുകൊണ്ട് വരുന്നത്, തടസ്സപ്പെടുത്താറുണ്ട്. എസ്പെഷ്യലി among the second or foreign language learners. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്, അല്ലെ? മദർ ടങ്ങിനെ കൂടാതെ ഒരു രണ്ടാമത്തെ അഡീഷണൽ ലാംഗ്വേജ് ആണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഈ ഒരു ഇംഗ്ലീഷിൽ ചില ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റുകൾ നമ്മൾ എന്തിന് കാരണമാവും, ചില റീഡിങ്ങിന് ഒരു തടസ്സമായിട്ട് മാറാറുണ്ട്. ദീസ് ഹാബിറ്റ്സ് ആർ ഓഫൻ ഡെവലപ്ഡ് ഡ്യൂറിങ് ദി ഏർലി റീഡിംഗ് എക്സ്പീരിയൻസ്. അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യാറ്, ഫോം ചെയ്യാറ്, എപ്പോഴാണ് നമ്മൾ റീഡിങ്ങിന്റെ ഭാഗമായിട്ട് മാറാറുള്ളത്? ഡ്യൂറിങ് ദ ടൈം ഓഫ് ഏർലി റീഡിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിലെ തന്നെ എന്തായിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഒരു ഹാബിറ്റിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, അല്ലെ? അപ്പം ഇത് എന്തിന് നീങ്ങും? ഇത്തരത്തിൽ തന്നെ ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ് എന്ത് ചെയ്യുന്ന, സ്ലോ ഡൗൺ ദി റീഡിംഗ് പ്രോസസ്. നമ്മുടെ റീഡിംഗ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യും. ഇങ്ങനെ റീഡിംഗ് ഹാബിറ്റിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന ഹാബിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോൾട്ടി റീഡിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ now let me explain you each one of the faulty reading habits. First one, subvocalization. നോക്ക് നിങ്ങളപ്പം നോട്ട് ചെയ്യുക. ഫസ്റ്റ് റീഡിംഗ്
faulty reading habit എന്ന് പറയുന്നത് subvocalization ആണ്. Subvocalization refers to the habit of silently pronouncing the word or murmuring them while reading. അപ്പോൾ ഒന്നുമില്ല, subvocalization നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു faulty reading habit ആണ്. ഇത് silently നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? Silently pronouncing the word. അല്ലെ, വായിക്കുന്ന സമയത്ത് സൈലന്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അതുപോലെ തന്നെ മെമ്മർ ചെയ്യുക, പിറുപിറുക്കുക എന്ത് ചെയ്യുന്ന സമയത്ത് വൈൽ റീഡിങ്. ഇപ്പൊ നമ്മളിങ്ങനെ വായിക്കുകയാണെങ്കിൽ പതുക്കെ സൈലന്റ് ആയിട്ട് പിറുപിറുത്തോണ്ട് വായിച്ചു പോവുക അല്ലെ. ഇത് നോക്ക് നിങ്ങൾ. വൈൽ ദിസ് ക്യാൻ ഹെൽപ്പ് ദ ബിഗിനേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ റിട്ടൺ ടെക്സ്റ്റ്, ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി സ്ലോ ഡൗൺ ദി റീഡിങ് സ്പീഡ്. അപ്പൊ ഇതെങ്ങനെ ഒരു ഫോൾട്ടി ഹാബിറ്റ് ആയിട്ട് മാറുന്നത്? ദാറ്റ് സ്ലോ ഡൗൺ ദ റീഡിങ് സ്പീഡ് അല്ലെ. നമ്മൾ മനസ്സിൽ വായിക്കുന്നതും നമ്മൾ ലൗഡ് റീഡിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. റീഡ് ബൈ മൈൻഡ് ഈസ് മോർ ഫാസ്റ്റർ ദാൻ ദി റീഡിങ് ലൗഡ് അല്ലെ. റീഡിങ് ലൗഡിനേക്കാളും നമുക്ക് കൂടുതൽ സ്പീഡായിട്ട് മൂവ് ചെയ്യാൻ പറ്റും മൈൻഡ് കൊണ്ട് വായിക്കുന്ന സമയത്ത് അല്ലെ. അപ്പം ഈ സബ് വോക്കലൈസേഷൻ അല്ലെ, സൈലന്റ്ലി നമ്മൾ പ്രൊനൗൺസ് ചെയ്തുകൊണ്ട് മെമ്മർ ചെയ്തുകൊണ്ട് റീഡ് ചെയ്യുന്നത് ഒരു ഫോൾട്ടി റീഡിങ് ഹാബിറ്റ് ആണ്. ദാറ്റ് സ്ലോ ഡൗൺ ചെയ്യും. ഇത് ആർക്ക് ഹെൽപ്ഫുൾ ആവുന്ന പറയുന്നത്? ദാറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ഫോർ ദ ബിഗിനേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ റിട്ടൺ ടെക്സ്റ്റ് അല്ലെ. റിട്ടൺ ടെക്സ്റ്റിനൊക്കെ മനസ്സിലാക്കാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ദാറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ, ബട്ട് the habit should be an obstacle or impediment for the later reading. അപ്പം എങ്ങനെ ഇത് ഇംപിഡിമെന്റ് ആവുന്ന, തടസ്സമായിട്ട് മാറുന്നത്? that slow down the reading. അപ്പം അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം സബ്വോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ഓഫ് സൈലന്റ് പ്രൊനൗൺസിങ് വേർഡ് ഓർ മെമ്മറിങ് ദം വൈൽ റീഡിങ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. റീഡേഴ്സ് ഹു സബ്വോക്കലൈസ് tend to read word by word instead of reading in sense group, which affect both speed and comprehension. ഇത് എന്തിനേയും നമ്മൾ ഓരോ വേർഡ് ബൈ വേർഡ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോകും. അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ സ്പീഡിനെയും സഹായിക്കും. ഇനി ഫിംഗർ പോയിന്റ് മറ്റൊരു റീഡിങ് ഹാബിറ്റ് ആണ്, ഫോൾസ് റീഡിങ് ഹാബിറ്റ് ആണ്. ഫിംഗർ പോയിന്റ് അല്ലെ, നമ്മളിങ്ങനെ ഫിംഗർ പോയിന്റ് ചെയ്തുകൊണ്ട് ഓരോ വേർഡിലും നമ്മൾ മൂവ് വെച്ചുകൊണ്ട് റീഡ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ എ faulty reading habit. Finger point is the habit of using one finger to track the word while reading അല്ലെ. അപ്പം നമ്മൾ വേർഡിനെ ട്രാക്ക് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? faulty reading habit എന്ന് പറയുന്നത്. This is commonly seen in the children or in the learners who are unfamiliar with the writing system of second language. Although it helps maintaining the focus on the text, it slow down the natural flow of reading and should avoided as a reader progress. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് help us to maintain the focus on the text. ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യാനും ഓരോ വേർഡിനെ മനസ്സിലാക്കാനും ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എന്നാലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഓൾസോ സ്ലോ ഡൗൺ ദ നേച്ചുറൽ ഫ്ലോ ഓഫ് റീഡിങ് നമ്മൾ സാധാരണ റീഡിങ്ങിന്റെ ഫ്ലോയെ അതെന്ത് ചെയ്യും? തടസ്സപ്പെടുത്തുന്നുണ്ട്. ഷുഡ് ബി അവോയ്ഡഡ് ആസ് എ റീഡേഴ്സ് പ്രോഗ്രസ്. നമ്മൾ സ്കൂൾസിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റാൻഡേർഡിൽ നിന്നൊക്കെ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഹാബിറ്റിനെയും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. മറ്റൊന്നാണ് റിഗ്രഷൻ. റിഗ്രഷൻ refers to the backward movement of eyes to reread previously read word or section. While occasional regression is natural and sometimes necessary to understand the meaning better, frequent and unnecessary regression reduce the reading speed, indicate difficulty in comprehension. അപ്പം ഇത് ശ്രദ്ധിക്കുക. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് മൂവ്മെന്റ് ഓഫ് ഐസ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക്വേർഡ് മൂവ്മെന്റ് ഓഫ് ദി ഐസ്. നമ്മളിങ്ങനെ വായിച്ചു, ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോയി വീണ്ടും നമ്മൾ എവിടേക്കാണ് തിരിച്ചു വരിക? മനസ്സിലായിട്ടില്ലെന്ന് കണ്ടുകൊണ്ട് വീണ്ടും ബാക്കിലെ പാരഗ്രാഫിലേക്ക് തിരിച്ചു വരിക അല്ലെ. അപ്പം അതാണ് backward movement of the eyes to reread previously read words or section. റീഡ് ചെയ്യാൻ വേണ്ടി പ്രീവിയസ്ലി നമ്മൾ റീഡ് ചെയ്തിട്ടുള്ള സെക്ഷനോ വേർഡ്സോ സെന്റൻസോ വായിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ പിന്നോട്ട് ഐസ് മൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ അല്ലെ. അപ്പം വൈൽ ഒക്കേഷണൽ റിഗ്രഷൻ ഈസ് നേച്ചുറൽ സംടൈം നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ബെറ്റർ. ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും നാച്ചുറൽ ആണ്, മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കോട്ട് പോകുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സുഖമാണ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണ്. എന്നാലോ ഇത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ നോക്കും. അൺനെസസറി റിഗ്രഷൻ റെഡ്യൂസ് റീഡിംഗ് സ്പീഡ് ആൻഡ് ഇൻഡിക്കേറ്റ്
ഡിഫിക്കൽട്ടി ഇൻ കോംപ്രിഹെൻഷൻ എന്ന അൺനെസസറി ആയിട്ടുള്ള റെഗ്രഷൻ, ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. വീണ്ടും ബാക്കോട്ട് വായിച്ചു പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് കോംപ്രിഹെൻഷനെ ബാധിക്കും. To minimize the regression, learners should practice reading easier text and gradually progress to more difficult material. അപ്പം ഈ റെഗ്രഷനെ വരാനുള്ള കാരണം ഒന്ന് പ്രീവിയസ് ആയിട്ട് വന്ന സെന്റൻസുകൾ അല്ലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വി ഹാവ് ടു പ്രാക്ടീസ് വിത്ത് ഈസിയർ ടെക്സ്റ്റ്. ഈസി ആയിട്ടുള്ള മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ടെക്സ്റ്റുകൾ വായിക്കുക. അതിനുശേഷം നമ്മൾ ബുദ്ധിമുട്ടേറിയ മെറ്റീരിയലിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിഗ്രഷനെ ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡിസ്കോഴ്സസ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി സെക്ഷൻ. നോക്കാം നമുക്ക് എന്താണ് ഡിസ്കോഴ്സ് എന്താണെന്ന് നോക്കാം. ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ മാറി പോയിട്ടുണ്ട്, മറന്നു പോയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. എ ഡിസ്കോഴ്സ് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. It refers to how we use language in speaking or writing to express ideas, thoughts or information. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കറക്റ്റ് നോട്ട് ചെയ്യുക, കൺഫ്യൂസ്ഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പം ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. അപ്പം ഇത് ഏതൊക്കെ ആവാം? എ ഡിസ്കോഴ്സ് ക്യാൻ ബി സ്പോക്കൺ ഫോം ആവാം, റിട്ടൺ ഫോമിലാവാം. എഴുതുന്നതിനെയും സംസാരിക്കുന്നതും ഒക്കെ ഏത് കാറ്റഗറി പെടും? ഈ ഡിസ്കോഴ്സ് പെടും. ഈ ഡിസ്കോഴ്സ് നമ്മൾ എന്തിനാ ഉപയോഗിക്കാറ്? ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് ഐഡിയാസ്, തോട്ട്സ് ഓർ ഇൻഫർമേഷൻ. നമ്മുടെ ഐഡിയാസിനെയും തോട്ടിനെയും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി സ്പോക്കൺ ഫോം ആൻഡ് റിട്ടൺ ഫോം. ഇറ്റ് കുഡ് ബി കോൺവെർസേഷൻ, സ്പീച്ച്, an essay, a story, even a debate. നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സാമ്പിൾ ആണ് ഏതൊക്കെ? സ്പീച്ച് ആവാം, ദാറ്റ് ക്യാൻ ബി an essay, ഷോർട്ട് സ്റ്റോറി, ഈവൻ എ ഡിബേറ്റ്. ഇതൊക്കെ ഏത് കാറ്റഗറി പെടും? ഡിസ്കോഴ്സ് കാറ്റഗറിയിൽ പെടും. ഇറ്റ് ഹാസ് എ ക്ലിയർ പർപ്പസ് സച്ച് ആസ് ടു ഇൻഫോം, നറേറ്റ്, ഡിസ്ക്രൈബ് ആൻഡ് ആർഗ്യൂ. അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇറ്റ് ഹാസ് ക്ലിയർ പർപ്പസ് ഉണ്ടായിരിക്കും, എയിം, ഒബ്ജക്റ്റീവ് ഉണ്ട്. ഡിസ്കോഴ്സിന്റെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നെറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, കഥ പറയുക എന്നുള്ളതാണ്. ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്, ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളതാണ്. ആർഗ്യുമെന്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പം ഓരോ ഡിസ്കോഴ്സിനും എന്തെങ്കിലും ചില പേർപ്പസ് ഉണ്ടായിരിക്കും. there are 3 purpose ആണ് വരുന്നത്, 4 purpose ആണ് വരുന്നത്. ഇൻഫോം ചെയ്യുക, നെറേറ്റ് ചെയ്യുക, കാര്യങ്ങൾ ഡിസ്ക്രൈബ്. നമ്മൾ എന്തിനു ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്? പെർട്ടിക്കുലർ പേഴ്സണെയോ വസ്തുക്കളെയോ ഇവന്റിനെയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത് അല്ലെ. അതുകൊണ്ട് ആർഗ്യുമെന്റ് നടത്താറുണ്ട്. ഇതൊക്കെയാണ് എന്തിന്റെ പേർപ്പസ്? ഡിസ്കോഴ്സിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സ്പോക്കൺ ലൈക്ക് ഡയലോഗ് ഓർ ലെക്ചർ. റിട്ടൺ ആയിട്ടുള്ള ഡിസ്കോഴ്സിന് എക്സാമ്പിൾ ആണ് ആർട്ടിക്കിൾ, നോവൽ, ഷോർട്ട് സ്റ്റോറി, എസ്സേ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റിട്ടൺ ഫോമിന് എക്സാമ്പിൾ ആണ്. ഡിസ്കോഴ്സ് യൂഷ്വലി ഹാസ് എ സ്ട്രക്ചർ, ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡിങ്. അത് നോട്ട് ചെയ്തിട്ടുള്ള ഡിസ്കോഴ്സ് ഹാസ് എ പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിനൊരു ബിഗിനിങ് ഉണ്ടായിരിക്കും, മിഡിൽ ഉണ്ടായിരിക്കും, എൻഡിങ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു ആർഗ്യുമെന്റ് നടത്തുകയാണ്, നെറേറ്റ് ചെയ്യാണ്, ഡിസ്ക്രൈബ് ചെയ്യാണ്, അതിനൊക്കെ എന്തുണ്ടായിരിക്കും? ഇത് ഡയലോഗ് ആവട്ടെ, ലെക്ചർ ആവട്ടെ, ഇതിനൊക്കെ ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കും, മിഡിൽ ഉണ്ടായിരിക്കും, ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കും. പിന്നെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസ്കോഴ്സ് ദാറ്റ് ഇൻഫോം. ന്യൂസ് പേപ്പർ അല്ലെ, നേരത്തെ പറഞ്ഞ ഇൻഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പേർപ്പസ്. അതിന് എക്സാമ്പിൾ ആണ് ന്യൂസ് പേപ്പറിൽ വരുന്ന ആർട്ടിക്കിൾ. സ്റ്റോറി എന്തിന് എക്സാമ്പിൾ ആണ്? നെറേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. നെറേറ്റ് ചെയ്യുന്ന പേർപ്പസിന് എക്സാമ്പിൾ ആണ് അല്ലെ. നെറേറ്റ് ചെയ്യാൻ മീൻസ് കഥ പറയാം അല്ലെ, അതാണ് സ്റ്റോറി. ഡിബേറ്റ്, സ്പീച്ച് അല്ലെ, ഈസ് എ ഡിസ്കോഴ്സ് ഇൻ ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിബേറ്റ് നടത്താറുള്ളത് അല്ലെ. അപ്പോൾ ഇതൊക്കെ ഓരോ പേർപ്പസ് ഉണ്ട്. പേർപ്പസിനുള്ള എക്സാമ്പിളുമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നോട്ട് ചെയ്ത് വെച്ചോളൂ. there are 4 major forms of discourse in writing. ഏതൊക്കെ? there are 4 major forms of discourse in writing. റൈറ്റിംഗിൽ 3 ഫോമുകളാണ്, 4 ഫോമുകളാണ് വരുന്നത്. ഏതൊക്കെ? എക്സ്പോസിഷൻ, നരേഷൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ആർഗ്യുമെന്റേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫങ്ഷൻസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു? ഇൻഫോം, നരേറ്റ്, ഡിസ്ക്രൈബ്, ആർഗ്യൂ അല്ലെ. അതിന്റെ വരുന്ന ഡിസ്കോഴ്സിന്റെ പേരാണ് ഏതൊക്കെ? എക്സ്പോസിഷൻ. എക്സ്പോസിഷനിൽ നമ്മൾ ഇൻഫോം ചെയ്യും, നെറേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? നെറേറ്റ് ചെയ്യും, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്താ ചെയ്യുക? നെറേറ്റ് ചെയ്യാണ് ചെയ്യുക കഥ,
മറ്റേതോ ആർഗ്യുമെന്റേഷൻ നമ്മൾ എന്താ ചെയ്യുക, ആർഗ്യൂ ആണ് ചെയ്യുക അല്ലെ. ഇനി ഓരോന്നും ഈ 4 ടൈപ്പ് 4 ഫോമും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പം ഫസ്റ്റ് വൺ എക്സ്പോസിറ്ററി അല്ലെ, എക്സ്പോസിറ്ററിയിൽ ഇൻഫോം ചെയ്യാണ് ചെയ്യുക അല്ലെ. അപ്പൊ നോക്കൂ എന്താ എക്സ്പോസിറ്ററി നോക്കൂ. എക്സ്പോസിറ്ററി റൈറ്റിംഗ് എക്സ്പ്ലെയിൻ ഓർ പ്രസന്റ് ഫാക്ട് ഐഡിയാസ് ഓർ പ്രോസസ് ക്ലിയർലി. അപ്പം എക്സ്പോസിറ്ററി ഡിസ്കോഴ്സിലിന്റെ ഒരു പ്രത്യേകത എന്താണോ, അത് എക്സ്പ്ലെയിൻ ചെയ്യും ഫാക്റ്റിനെ, ഐഡിയാസിനെ ആളുകളിലേക്ക് ഇൻഫോം ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ നമ്മൾ സയന്റിഫിക് എക്സ്പെരിമെന്റുകൾ അല്ലെ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഈ പറയുന്ന എക്സ്പോസിറ്ററി ഡിസ്കോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇറ്റ് ഇൻക്ലൂഡ് തിങ്സ് ലൈക്ക് ഏതൊക്കെ, ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, ഇൻസ്ട്രക്ഷൻ. ഇതൊക്കെയാണ് എന്തിന് ഡെഫിനിഷൻ ആയിട്ട് ഇൻക്ലൂഡ് തിങ്സ് ലൈക്ക് ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എക്സ്പോസിറ്ററി ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ടോപ്പിക്കിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കും, ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻസ്ട്രക്ഷൻസ് അതിൽ കൊടുക്കുന്നുണ്ടായിരിക്കും, എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഫാക്റ്റിനെ, ഐഡിയാസിനെ അല്ലെ, സയന്റിഫിക് ഫാക്റ്റിനെയും ഇൻവെൻഷനെയും ഒക്കെ കാണിക്കുന്ന ആർട്ടിക്കിള്, ടെക്സ്റ്റ് ബുക്കുകൾ, റിപ്പോർട്ടുകൾ, ഇതൊക്കെ ഏത് കാറ്റഗറി പെടും, എക്സ്പോസിറ്ററി ഡിസ്കോഴ്സ് പെടും അല്ലെ. അപ്പം എന്തൊക്കെയാ നോക്ക് നിങ്ങൾ. ഗ്രൂപ്പിംഗ്, ഗ്രൂപ്പിംഗ് മീൻസ് പുട്ടിംഗ് റിലേറ്റഡ് തിങ് ടുഗെദർ. ക്ലാസിഫിക്കേഷൻ, ഡെഫിനിഷൻ, ഇല്ലുസ്ട്രേഷൻ, ഇതൊക്കെ ഏത് ഡിസ്കോഴ്സിൽ ഉണ്ടായിരിക്കും, ഗ്രൂപ്പിംഗ് ഉണ്ടായിരിക്കും, ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും, ഡെഫിനിഷൻ പറയുന്നുണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ ആളുകളെ ഇൻഫോം ചെയ്യാൻ, ഒരു ടോപ്പിക്കിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. എന്നാൽ നെറേറ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ, നെറേറ്റീവ് റൈറ്റിംഗ് ടെൽസ് എ സ്റ്റോറി ഓർ ഡിസ്ക്രൈബ് ഇവന്റ് ഇൻ ടൈം ഓർഡർ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്കോഴ്സിന്റെ പ്രത്യേകത എന്താ, ദാറ്റ് ടെൽസ് എ സ്റ്റോറി. നെറേറ്റീവ് ഡിസ്കോഴ്സ് കഥയാണ് പറയാ, അതിൽ കഥയാണ് ഉണ്ടാവുക. അത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യും, ഡിഫറെന്റ് ഇവന്റ്സ് ഇൻ ടൈം ഓർഡർ. അല്ല നോക്കണം, നിങ്ങൾ ഒരു സ്റ്റോറി എടുക്കുക, ഒരു നോവൽ എടുക്കുക, മൂവി എടുക്കുക, ഇതൊക്കെ നെറേറ്റീവ് ആണ്. ഇതിൽ ഒരുപാട് ഇവന്റുകൾ ഉണ്ടായിരിക്കും, ഇവന്റ്സുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചതല്ലേ, ഒരു പ്രത്യേക ഓർഡറിൽ ഡിഫറെന്റ് ഇൻസിഡന്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതാണ് സ്റ്റോറി എന്ന് പറയുന്നത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്, ഡിസ്ക്രൈബ് ഇവന്റ്സ് ഇൻ ടൈം ഓർഡർ. ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡിങ് ഉണ്ടായിരിക്കും. ഇറ്റ് യൂഷ്വലി ഹാസ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. അപ്പം നെറേറ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ, നെറേറ്റീവ് ഡിസ്കോഴ്സ് ടെൽ എ സ്റ്റോറി, അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ഇവന്റ്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. അതുപോലെ തന്നെ നെറേറ്റീവ് ഡിസ്കോഴ്സിന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് ഇറ്റ് ഹാസ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡിങ്. ഇനി നോക്കൂ, എ ഗുഡ് നെറേഷൻ ബിൽഡ് ഇൻട്രസ്റ്റ് ആൻഡ് റീച്ച് ക്ലൈമാക്സ് അല്ലെ. നമ്മൾ കഥ കേൾക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം, എന്തുകൊണ്ടാ, ദാറ്റ് ബിൽഡ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ അതിന് എന്തുണ്ടായിരിക്കും, ഒരു ക്ലൈമാക്സ് ഉണ്ടായിരിക്കും, എൻഡിങ് ഉണ്ടായിരിക്കും അല്ലെ. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഷോർട്ട് സ്റ്റോറീസ്, നോവൽ ആൻഡ് അനക്ഡോട്ട്സ്. അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് നമ്മളത് സ്റ്റോറി സാധാരണ നെറേറ്റീവ് ഡിസ്കോഴ്സ് കാണാറുള്ളത്, സ്റ്റോറീസിലും നോവൽസിലും അനക്ഡോട്ടിലും ഒക്കെയാണ്. സംടൈംസ് ദ റൈറ്റേഴ്സ് യൂസ് എ ഫ്ലാഷ് ബാക്ക് ആൻഡ് സ്റ്റാർട്ട് ഇൻ ദ മിഡിൽ ഓഫ് ഇവന്റ്സ് ഫോർ ദ സ്പെഷ്യൽ എഫക്ട് അല്ലെ. ചിലപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് ടെക്നിക്ക് എവിടെ ഉപയോഗിക്കാറുണ്ട്, നെറേറ്റീവ് ഡിസ്കോഴ്സിൽ. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. നെറേറ്റീവ് ഡിസ്കോഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫ്ലാഷ് ബാക്ക് ടെക്നിക്ക് അല്ലെ. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈം ലൈൻ ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. നിങ്ങൾ ചില ഇതിലൊക്കെ കാണാം, പിന്നെ ചില മൂവീസിലൊക്കെ കാണാം, പ്രസന്റിലായിരിക്കും സ്റ്റോറി തുടങ്ങുന്നുണ്ടാവുക അല്ലെ. അല്ലെങ്കിൽ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ മിഡിൽ നടക്കുന്ന സ്വന്തം മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് സ്വന്തം കഥ പറയുന്നതായിരിക്കും അല്ലെ തുടക്കത്തിൽ. അപ്പൊ കഥ പറയുന്ന സമയത്ത് നേരെ സീൻ എവിടേക്ക് പോകും, പാസ്റ്റിലേക്ക് അങ്ങോട്ട് പോകും അല്ലെ. അപ്പം ഈ പലപ്പോഴും സ്റ്റോറീസ് ഈ ഫ്ലാഷ് ബാക്ക് ടെക്നിക്കിന് പ്രസന്റും ഫ്യൂച്ചറും അല്ലെങ്കിൽ പ്രസന്റും പാസ്റ്റും എന്ത് ചെയ്യാറുണ്ട്, മാറി മാറി വരാറുണ്ട്, ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരാറുണ്ട്. ആ ഒരു ടെക്നിക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലാഷ് ബാക്ക് ടെക്നിക്. അപ്പം ഫ്ലാഷ് ബാക്ക് ടെക്നിക്ക് എവിടെ ഉപയോഗിക്കാറുണ്ട്, ഈ പറയുന്ന നെറേറ്റീവ് ഡിസ്കോഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സ്. Descriptive writing gives a clear picture of a person, place, object or scene. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. അത് എന്തിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്, ദാറ്റ് ഡിസ്ക്രൈബ് എ പെർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്ട് ഓർ സീൻ അല്ലെ. നമ്മൾ ഓരോ ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരാളെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന ആളെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെ, അദ്ദേഹത്തിന്റെ ബിഹേവിയർ എങ്ങനെ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എങ്ങനെ, അദ്ദേഹത്തിന്റെ അക്കാഡമിക് പെർഫോമൻസ് എങ്ങനെ, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെ, ഇതെങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന റൈറ്റിപ്പിനെയാണ് നമ്മൾ എന്ത്, ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് ദാറ്റ് ഗീവ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് എ പേഴ്സൺ. എന്തിനൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്, പേഴ്സണെ, പ്ലേസിനെ, ഒബ്ജക്റ്റിനെ ആൻഡ് സീൻ. It focuses on how something looks, feels, smells,
സൗണ്ട്സ് ഓർ ടേസ്റ്റ് അല്ലേ? അപ്പം ഈ ഡിസ്ക്രിപ്ഷൻ എന്തിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എന്തിനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ലുക്സ്, ഫീൽ, സ്മെൽ, സൗണ്ട് ഓർ ടേസ്റ്റ്. ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, ചില ഫുഡിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും, ഫുഡിനെ നമുക്ക് സ്മെല്ല് ചെയ്യുന്ന പോലൊക്കെ തോന്നും. അത് എന്തിനാണ്? അവരുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്കില്ലിനെയാണ് അല്ലെ? ചില ആളുകളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയം നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ സാധിക്കും, ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? അപ്പം ഈ ഡിസ്ക്രിപ്ഷൻ എന്തിനൊക്കെയാണ് പിന്നെ അപ്രോച്ച് ചെയ്യുന്നത്? ലുക്കിനെ, ഫീലിനെ, സ്മെല്ലിനെ, സൗണ്ടിനെ, ടേസ്റ്റിനെ ഒക്കെ ആയിരിക്കും അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ ഡിസ്ക്രിപ്ഷൻ ക്യാൻ മൂവ് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ, ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷന്റെ പലപ്പോഴും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വരുന്ന സമയത്ത് സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എവിടേക്ക് എത്തിക്കുന്നതായിരിക്കും, ജനറലിലേക്ക് എത്തിക്കുന്ന രൂപത്തിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സ് വരുന്നത്. ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ്. ഇനി എന്താ ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ് എന്താ നോക്കും നിങ്ങൾ. ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് പ്രസൻസ് എ പോയിന്റ് ഓഫ് വ്യൂ and support it with reason and evidence. ഇതാണ് നോട്ട് ചെയ്ത് വെച്ചോളാം. ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ് is a type of writing which presents a point of view. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പം പിന്നെ നമുക്കറിയാം വിമൻ ഇക്വാലിറ്റി ഒരു ടോപ്പിക്കാണ് അല്ലെ, ഒരു ആർഗ്യുമെന്റേറ്റീവ് ടോപ്പിക്കാണ്. അതിന് ആളുകൾ ഫേവർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അതിനെ ഡിസഗ്രി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പം ഇത് ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ് ആണെങ്കിൽ ഇറ്റ് പ്രസൻസ് എ പോയിന്റ് ഓഫ് വ്യൂ. ഒരു ടോപ്പിക്കിനെ ഫേവർ ചെയ്യും, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഒരു പോയിന്റ് ഓഫ് വ്യൂ പ്രസന്റ് ചെയ്യും, ഒരു സപ്പോർട്ട് ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം? സപ്പോർട്ട് ഇറ്റ് വിത്ത് റീസൺ ആൻഡ് എവിഡൻസ്. അപ്പം വിമൻ ഇക്വാലിറ്റി ആവശ്യമാണെന്ന് പറയുന്ന ആളുകൾക്ക് അവിടെ എവിഡൻസ്, റീസൺസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ്. ഇറ്റ് എക്സ്പ്രസസ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് അത് മാത്രം പോരാ, പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കണം? സപ്പോർട്ട് ചെയ്യണം വിത്ത് റീസൺസ് ആൻഡ് എവിഡൻസ്. ഇറ്റ് ലുക്സ് അറ്റ് ബോത്ത് സൈഡ് ഓഫ് എ ടോപ്പിക്, പ്രോസ് ആൻഡ് കോൺസ്. അപ്പൊ ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? അതിൽ പ്രോസും കോൺസും ഉണ്ടായിരിക്കും, രണ്ട് സൈഡും എന്ത് ചെയ്യുന്ന പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. Writers can take the clear stand, give evidence, disprove the other side of point. അപ്പം റൈറ്റേഴ്സ് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ക്ലിയർ സ്റ്റാൻഡ് എടുക്കും അല്ലെ? സ്റ്റാൻഡ് എടുത്താൽ പോരാ, ഒന്നെങ്കിൽ ഫേവർ ചെയ്യും അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്ത് കൊടുക്കണം? ഹി ഹാസ് ടു ഗീവ് ദ എവിഡൻസ്, അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യാനുള്ള, അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഡിസപ്രൂവ് ചെയ്യാനുള്ള എവിഡൻസ് അദ്ദേഹം കൊടുത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൈഡ് അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യണം. ഗുഡ് ആർഗ്യുമെന്റ് നീഡ്സ് ലോജിക്കൽ റീസണിങ്, സ്ട്രോങ് എവിഡൻസ്. അപ്പം ഈ ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ലോജിക്കൽ റീസണിങ് ആൻഡ് സ്ട്രോങ് എവിഡൻസ്. അപ്പൊ നമ്മൾ വിമൻ എംപവർമെന്റ് വേണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വിമൻ എംപവർമെന്റ് വേണം? അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴും അവര് സോഷ്യലി ബാക്ക്വേർഡ് ആണോ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ തന്നെ പബ്ലിക് സിനാരിയോയിലൊക്കെ അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടോ? അപ്പം അതിനൊക്കെയുള്ള എവിഡൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. ദിസ് ഫോം ഈസ് ഫൗണ്ട് ഇൻ എസ്സേസ്, ഡിബേറ്റ്, എഡിറ്റോറിയൽസ് ആൻഡ് ക്രിട്ടിക്കൽ വ്യൂസ്. ഈ ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ് എവിടെയൊക്കെയാണ്? എസ്സേസ് കാണാം, ഡിബേറ്റ് കാണാം, എഡിറ്റോറിയൽസിൽ, ക്രിട്ടിക്കൽ റിവ്യൂലൊക്കെ നമുക്ക് ഈ പറയുന്ന ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ എസ്സേ എഴുതുന്ന ആളുകളാണ്, ഒരു നോവൽ എഴുതുന്ന ആളുകളാണെങ്കിലും ഈ പറയുന്ന എല്ലാ ഡിസ്കോഴ്സുകളും മിക്സ് ചെയ്തിട്ടാണ് എഴുതാറുള്ളത് അല്ലെ? ഇപ്പൊ നെറേറ്റീവ് ആണ്, ഒരു കഥ പറയുന്നതിന് ഡിസ്കോഴ്സിന് നമ്മൾ നെറേറ്റീവ്, സ്റ്റോറി നെറേറ്റീവ് ഡിസ്കോഴ്സിന് എക്സാമ്പിൾ ആണ്. അതിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും, ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സ് കാണാൻ സാധിക്കും അല്ലെ? അതിലൊരു പ്രൊട്ടാഗനിസ്റ്റ് ഉണ്ടായിരിക്കും, അതിൽ ചില പ്ലേസുകൾ ഉണ്ടായിരിക്കും, ആ പ്ലേസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? അപ്പം ഇവിടെ ഒരു ഡിസ്കോഴ്സുകളും പലപ്പോഴും നമ്മൾ പക്ഷെ അതിൽ ഒരു ഡിസ്കോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഡിസ്കോഴ്സിനോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ഡിസ്കോഴ്സുകൾ പോയാണെങ്കിലും, ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും, എസ്സേസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കമ്പൈൻ ചെയ്തിട്ടാണ് സാധാരണ ലിറ്ററേച്ചറിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പം നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.